വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്നുള്ള കാര്യം പഠിച്ചു അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗാനിക് റിയാക്ഷൻ എന്ന് പഠിക്കുന്നത്. അത് നമ്മൾ പഠിച്ചു. അതിലാദ്യം വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കുക അല്ലേ. എന്താ പറ്റുന്നത്, ഒരു ഹൈഡ്രോജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കയറി വരുന്നത് റിയാക്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്തുള്ള എല്ലാ എക്സാമ്പിളുകളും അത് നടക്കുന്ന രീതിയും നമ്മൾ എന്ത് ചെയ്തു, വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ റിയാക്ഷനെ പറ്റിയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നോട്ട് വേണമെന്നുള്ളവർക്ക് ഈ കാണുന്ന PDF നോട്ട് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെലഗ്രാം ഇല്ലാത്തവർക്ക് വാട്സാപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, സമയം കിട്ടുന്ന ഓർഡറിൽ അയച്ചു തരാം. വാട്സാപ്പ് ചാനൽ ലിങ്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഉടനെ നമുക്ക് ചാനലിലുള്ള എല്ലാ അപ്ഡേറ്റുകളും വാട്സാപ്പ് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഓർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ അടി ഉണ്ടാക്കിപ്പിക്കുന്ന റിയാക്ഷൻ എന്ന് ഓർത്താൽ മതി. എന്തുവാണ് അഡീഷൻ എന്ന് പറയുമ്പോൾ ആദ്യം അതിനകത്ത് വരുന്ന ADD അല്ലേ. നമ്മൾ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം, അടി എന്ന് പറയാം. അപ്പോൾ തമ്മിലടി ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ആരെ തമ്മിലടിപ്പിക്കുന്നു, കാർബണുകളെ തമ്മിലടിപ്പിച്ചിട്ട് അവിടെ കയറി വരുന്ന ആളാണെന്ത്, അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കും അല്ലെ. സിംഗിൾ ബോണ്ടാണ് ഉള്ളതെങ്കിൽ അവനെ സാച്ചുറേറ്റഡ് എന്ന് വിളിക്കും. സിംഗിൾ ബോണ്ടിന് പിന്നെ അടി ഉണ്ടാക്കിപ്പിക്കേണ്ട കാര്യമില്ല, എത്ര പെട്ടെന്ന് വേണമെങ്കിലും അതെന്ത് ചെയ്യാം, പൊട്ടിപ്പോവാം. പക്ഷേ നല്ല സ്നേഹത്തിലിരിക്കുന്ന കാർബണുകൾ തമ്മിൽ ഉണ്ടാകുന്നത് എന്താണ്, ഡബിൾ ബോണ്ടും അതുപോലെ തന്നെ എന്താണ്, ട്രിപ്പിൾ ബോണ്ടുമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിലും ഇരിക്കുന്ന കാർബണുകൾ അവർ പരസ്പരം ഭയങ്കര സ്നേഹത്തിലാണ്. എന്നാൽ ഇവരുടെ ഈ സ്നേഹത്തിനെ ഇല്ലാതാക്കാനായിട്ട് ഒരുത്തൻ എന്ത് ചെയ്യും, പുറത്ത് നിന്ന് കയറി വരും. അവൻ ഇവർ തമ്മിൽ അടി ഉണ്ടാക്കിപ്പിച്ച് എന്ത് ചെയ്യും, ഇവരുടെ ഒരു ബോണ്ടിനെ ഇല്ലാതാക്കും. അതായത് ഡബിൾ ബോണ്ടിനെ കുറച്ച് സിംഗിൾ ബോണ്ടാക്കും, ട്രിപ്പിൾ ബോണ്ടിനെ കുറച്ച് എന്ത് ചെയ്യും, ഡബിൾ ബോണ്ടാക്കാം. വീണ്ടും അതിനെ കുറച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിംഗിൾ ബോണ്ട് വരെ ആക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനുകളാണ് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ മെയിനായിട്ടും അഡീഷൻ റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്ന ആരെയൊക്കെയാണ്, അൺസാച്ചുറേറ്റഡ് അല്ലേ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അൺസാച്ചുറേറ്റഡ്. എന്ത് വിളിക്കുന്നത്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളിലെ ഡബിൾ ട്രിപ്പിൾ ബോണ്ടുകളെ തമ്മിലടി ഉണ്ടാക്കിപ്പിച്ച് ബ്രേക്ക് ചെയ്യിപ്പിക്കുന്ന റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ. അടി ഉണ്ടാക്കിപ്പിക്കുന്നു, പിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ മീഥെയിൻ കാണാം അല്ലേ. ഇവിടെ മെത്ത് എത്ത് എന്താണ്, ETH ഏതാണ്, ENE അല്ലെ. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. ഇവിടെ ആണെങ്കിലോ ETHYNE. നെയിമിങ്ങിൻ്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളിനി ഈഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ളതും ഈഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടും. ഇത് മീഥൈൻ ആയാലും എന്തായാലും ഡബിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ കൊടുക്കേണ്ട വേർഡ് എന്താണ്, ENEയും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ കൊടുക്കേണ്ടത് YNE ആണ്, സഫിക്സ് കൊടുക്കേണ്ടത്. മറന്നുപോയി കാണൂലല്ലോ അല്ലേ. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നുകൂടെ പോയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഇനി അതും മറന്നുപോയെങ്കിൽ എന്ത് ചെയ്യുക, കഴിഞ്ഞ കൊല്ലം പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ അത് കിട്ടും. അതിൻ്റെ ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റഡ് ആണ്. നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എന്താ അഡീഷൻ റിയാക്ഷൻ, എന്താ അവിടെ നടക്കുന്നത്, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ഇവിടെ താഴെ ഒരെണ്ണം തന്നിട്ടുണ്ട്. അതായത് ഡബിൾ ബോണ്ടുള്ള ഈഥീൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഹൈഡ്രോജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരെന്ന്, നിക്കൽ എന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. ആരുടെ പ്രസൻസിൽ, നിക്കൽ എന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ അറിയാം കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടുണ്ട്. അപ്പോൾ പിന്നെ 4 ഉള്ളതിൽ ബാക്കി 2 ഇവിടെയും എന്തുണ്ടാവും, 2 ഉണ്ടാവും. ആ 2ൽ ആര് വന്ന് നിൽക്കുവാണ്, ഹൈഡ്രോജൻ വന്നിരിക്കുകയാണ്. ഇതാണ് ആരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു ഈഥീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിലേക്ക് ആര് വരികയാണ്, H2. നമുക്ക് H2നെ ഇങ്ങനെ കാണിച്ചൂടെ, ഹൈഡ്രോജനും തമ്മിൽ ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ആരുടെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്, നിക്കൽ എന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന ആളാണ് നിക്കൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നിക്കൽ ഇവിടെ റിയാക്ട് ചെയ്യത്തുമില്ല, പക്ഷേ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അടി ഉണ്ടാക്കിപ്പിക്കുന്ന ആളാരാണ്, ഇത് ഹൈഡ്രോജനാണ്. ഈ ഹൈഡ്രോജൻ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഇവിടുത്തെ ബോണ്ട് കയറി കളിക്കും. ഇവിടെ ഉണ്ടാവുന്ന പൈ ബോണ്ട് എന്ന് പറയും. ആ ബോണ്ടിനെ എന്ത് ചെയ്യും, കയറി ഇടപെട്ട് തമ്മിൽ തല്ലുണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ ബോണ്ട് ബ്രേക്ക് ആവും. ഈ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അപ്പോൾ കാർബൺ എന്തായിട്ട് മാറും, ഒരു ബോണ്ട് ബ്രേക്ക് ആവും. പിന്നെ എത്രയേ ഉള്ളൂ, സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അപ്പം പിന്നെ ബാക്കി എത്ര ഉണ്ടാവും, 3 സ്പേസ് ഉണ്ടാവും അല്ലേ. എത്ര സ്പേസ് ഉണ്ടാവും, 3 സ്പേസ് ഉണ്ടാവും. അതിൽ ഓൾറെഡി 2 ആരുണ്ട്, മുന്നേ തന്നെ ഹൈഡ്രോജൻ വന്നിരിപ്പുണ്ട് അല്ലേ. മുന്നേ ആരിപ്പുണ്ട്, ഹൈഡ്രോജൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഈ അടി ഉണ്ടാക്കിപ്പിക്കുന്ന ഒരുത്തൻ വന്ന് ഇവൻ്റെ കൂടെ ചേരും, അടുത്തവൻ വന്ന് ഇവൻ്റെ കൂടെ ചേരും. അപ്പോൾ എന്ത് പറ്റും, ഹൈഡ്രോജൻ. സോ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, ഇതാ ഇങ്ങനൊരു സാധനം ഉണ്ടായി. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, C2
H6 എന്ന് എഴുതിക്കൂടെ? എന്നെടുക്കാം C2H6. അതായത് എന്താണ്? ഈഥീൻ എന്നുള്ളത് മാറി എന്തായി? ETHANE ആയിട്ട് മാറി, ഈഥെയിനായിട്ട് മാറി. അതായത് ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അൺസാച്ചുറേറ്റ്. ഇപ്പോൾ എന്ത് ബോണ്ടാവുള്ളത്? സിംഗിൾ ബോണ്ടാവുള്ളത്. അത് നമ്മൾ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളെ എന്ത് ചെയ്യുന്നു? അടിയുണ്ടാക്കിപ്പിച്ച് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആക്കുന്നു. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻ അഡീഷൻ റിയാക്ഷൻ. കണ്ടോ, C2H2 റിയാക്ട് ചെയ്യുന്നു, CH3 ആയിട്ട് മാറുന്നു അല്ലേ? C2H6 അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അപ്പോൾ അവൻ വേക്കൻ്റ് ആയി നിൽക്കുന്നു. ആ വേക്കൻസിയിലേക്ക് ഇവിടെ റിയാക്ട് ചെയ്യുന്ന ആൾ ആരാണോ അവൻ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് വന്ന് അങ്ങോട്ട് കയറും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻ. ഞാൻ ഓർക്കാൻ ഉപയോഗിക്കുന്ന കോഡെന്ന് വെച്ചാൽ അടി ഉണ്ടാക്കിപ്പിക്കുന്ന റിയാക്ഷൻ. ഡബിളിനെയും ട്രിപ്പിളിനെയും എന്ത് ചെയ്യും? തമ്മിൽ അടി ഉണ്ടാക്കിപ്പിച്ചിട്ട് സെപ്പറേറ്റ് ആക്കുന്ന റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ആൻ അഡീഷൻ റിയാക്ഷൻ? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയണം, അഡീഷൻ റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഡബിളും ട്രിപ്പിളും ബോണ്ടുള്ള കോമ്പൗണ്ട് വിത്ത് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് കമ്പൈൻ വിത്ത് എ സെർട്ടൻ മോളിക്യൂൾ, ഏതെങ്കിലും പ്രത്യേക ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രോജൻ, ക്ലോറിൻ, ബ്രോമിൻ, OH ഒക്കെയാണ് സാധാരണ ഇവിടെ വരുന്ന ആൾക്കാർ, ടു ഫോം എ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അതെന്താവാം? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആവാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ദ റിയാക്ഷൻ വിച്ച് ട്രിപ്പിൾ ബോണ്ടഡ് ഓർഗാനിക് കോമ്പൗണ്ട് പാർഷ്യലി കമ്പൈൻ വിത്ത് എ സ്മോൾ മോളിക്യൂൾ ടു ഫോം ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആർ ഓൾസോ അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ എന്താണ്? ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കുന്നത് മാത്രമല്ല, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈ ട്രിപ്പിൾ ബോണ്ടിനെ മാറ്റിയിട്ട് ഡബിൾ ബോണ്ട് ആക്കുന്നതും എന്ത് തന്നെയാണ്? അഡീഷൻ റിയാക്ഷൻ തന്നെ ആണ് എന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഈ കോമ്പൗണ്ട് നോക്കാം. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ 1, 2, 3, പിന്നെ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അവിടെ ആര് വന്നിരിക്കുകയാണ്? ഹൈഡ്രജൻ വന്നിരിക്കുകയാണ്. ഇവനെ വിളിക്കുന്ന പേരാണെന്ത്? മെത്ത് എത്ത്. ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE. അപ്പോൾ എന്താണ്? ഇഥൈൻ, ETHYNE എന്ന് വിളിക്കും. ഇവിടെ ആരുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്? ഇവിടെയും ആരുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഹൈഡ്രജൻ അതിൻ്റെ തനി ഗുണം കാണിക്കും. ഹൈഡ്രജൻ ഓടി വരും, എന്ത് ചെയ്യും? ഹൈഡ്രജൻ വന്നിട്ട് എങ്ങോട്ട് വരും? ഈ ഹൈഡ്രജൻ വന്നിട്ട് ഹൈഡ്രജൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ വരുന്നു, നേരെ ഈ ട്രിപ്പിൾ ബോണ്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവന്മാർ തമ്മിൽ പറഞ്ഞെന്ത് ചെയ്യുന്നു? തെറ്റിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? കാർബണിൻ്റെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, പിന്നെ ഉള്ളത് ഡബിൾ ബോണ്ട്. ഒരു ബോണ്ട്, ഒരു വാലൻസി ഓൾറെഡി ഉണ്ടായിരുന്നു, അവിടെ ഹൈഡ്രജൻ ഇരിപ്പുണ്ടായിരുന്നു. ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ വന്നു. അവിടേക്ക് ആര് വന്ന് ചേരും? H2 അല്ലെ, 2 ഹൈഡ്രജൻ ഉണ്ട്. ഓരോ ഹൈഡ്രജൻ എന്ത് ചെയ്യും? വന്ന് ചേരും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻ. ഇവൻ്റെ പേര് എന്തായിരിക്കും? മെത്ത് എത്ത് അല്ലേ? എന്താണ്? മെത്ത് എത്ത്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? ENE. അപ്പോൾ എന്താണ്? ഓക്കെ, ഈഥീൻ എന്ന് വരും. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അഡീഷൻ റിയാക്ഷൻ. ഇതെന്തിന് എക്സാമ്പിളാണ്? ഒരു അഡീഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഞാനിവിടെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത്തരം റിയാക്ഷനുകൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മളതിന് ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കാറുണ്ട്. തൊട്ട് മുമ്പ് കണ്ടൊരു സംഭവം കണ്ടോ? നമ്മൾ ഈ കണ്ട ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ വനസ്പതി എന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? ഈ വെജിറ്റബിൾ ഓയിലിൽ നിന്ന് നമ്മൾ ഹൈഡ്രോജനേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ് വനസ്പതി. ആ വനസ്പതി ഉണ്ടാക്കുന്നതും ഈ റിയാക്ഷനിലൂടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പ്ലാറ്റിനം വന്നിട്ടുണ്ട്. അപ്പോൾ നിക്കലും പ്ലാറ്റിനും എന്ത് ചെയ്യാം? ഓക്കെ, നിക്കൽ, പ്ലാറ്റിനം, പെലേഡിയം, ഇത് 3 പേർക്കും എന്ത് ചെയ്യാം? സോറി, PT അല്ല PD. ഓക്കെ, അപ്പോൾ നിക്കൽ, പ്ലാറ്റിനം, പെലേഡിയം പോലെയുള്ള 3 പേർക്കും എന്ത് ചെയ്യാം? ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ റിയാക്ഷൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സിമ്പിളാണ്, പക്ഷേ ഇവിടെ വ്യത്യാസം കണ്ടോ? ഇവിടെ ക്ലോറിനാണ് വരുന്നത് അല്ലേ? ഇവിടെ എന്തിനാണ് വരുന്നത്? ക്ലോറിനാണ് വരുന്നത്. അപ്പോൾ ക്ലോറിൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു മാറ്റവും ഇല്ല. അതാ ഈ റിയാക്ഷനാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചോ? അപ്പോൾ ക്ലോറിൻ വരുമ്പോൾ എന്താ പറ്റുന്നത്? ഒരു മാറ്റവും ഇല്ല. CH2 അല്ലേ? നമുക്കത് എങ്ങനെ എടുക്കാം? നമുക്ക് നമ്മുടെ റിയാക്ഷൻ എഴുതുമ്പോൾ എടുക്കാം. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്, പിന്നെ ബാക്കിയുള്ളത് 2 ബോണ്ട്. ആ 2 ബോണ്ടിലിരിക്കുന്നത് ഹൈഡ്രജൻ. റിയാക്ട് ചെയ്യുവാണ് ആരുമായിട്ട്? ക്ലോറിനായിട്ട്, Cl2. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എടുക്കാം? CLഉം എന്ന് എടുക്കാം. റിയാക്ഷൻ നടക്കുന്നു, എന്ത് പറ്റുന്നു? നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് പറയാനായിട്ട് സാധിക്കും അല്ലേ? ഈ ഡബിൾ ബോണ്ട് ഇതിലേക്കൂടെ എന്ത് ചെയ്യും? ഈ ക്ലോറിൻ വന്ന് കയറും. ക്ലോറിൻ തമ്മിലടി ഉണ്ടാക്കുമ്പോൾ കാർബണിൻ്റെ ഡബിൾ ബോണ്ട് പിരിഞ്ഞ് സിംഗിൾ ബോണ്ട് ആവും. പിന്നെ അവിടെ 3 വാലൻസിയാണ് ബാക്കിയുള്ളത്. ആ 3 വാലൻസിയിൽ ഓൾറെഡി 2 ആരിപ്പുണ്ടായിരുന്നു? ഹൈഡ്രജൻ ഇരിപ്പുണ്ടായിരുന്നു. സോ പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഒരിടത്ത് പോവും, അടുത്ത ക്ലോറിൻ മറ്റൊരിടത്ത് പോവും. ഈ ക്ലോറിൻ വരുമ്പോൾ ഇവിടെ Cl, ഈ ക്ലോറിൻ വരുമ്പോൾ ഇവിടെ Cl. അപ്പോൾ റിയാക്ഷൻ എന്താകുന്നു? CH2 Cl
സിംഗിൾ ബോണ്ട് CH2Cl എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 എന്താ രണ്ടിടത്തും ഉണ്ട് അല്ലേ. അപ്പം 1ലും 2ലും ക്ലോറിൻ ഉണ്ട്, 1ലും 2ലും ക്ലോറിൻ ഉണ്ട്. നമ്മൾ പഠിച്ചു ഹാലോജൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ പൊസിഷൻ ആദ്യം പറയണം. 1ലും 2ലും ക്ലോറിൻ ഉണ്ട്. അപ്പം 1 2 എത്ര ക്ലോറിൻ, 2 ക്ലോറിൻ. സോ 1 2 ഡൈക്ലോറോ ഈഥെയ്ൻ. പേരെന്താണ്, 1 2 ഡൈക്ലോറോ ഈഥെയ്ൻ എന്നാണ് ഇവൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മറ്റു റിയാക്ഷൻസ് പറയാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളടുത്തൊരു ടേബിൾ ഫില്ല് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ തൽക്കാലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കി, ഇവിടെ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഹൈഡ്രോജൻ. ഒരു എക്സ്ട്രാ ഒന്ന് വന്നേ ഉള്ളൂ അല്ലേ. CH3 സിംഗിൾ ബോണ്ട് C, ഇവിടെ ഡബിൾ ബോണ്ട് C. ഇങ്ങനെയാണ് റിയാക്ഷൻ ഇരിക്കുന്നത്. ഇവിടെ ബാക്കി രണ്ടിടത്ത് ആരുണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. ഇവിടെ 3 പോയി പിന്നെ ഒരിടത്ത് ആരുണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്, ഇവിടെ 3 ബോണ്ട് ബാക്കിയുണ്ട്. ആ 3 എന്തുണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. ഇവൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്, ഒരു H2മായിട്ട് റിയാക്ട് ചെയ്യുവാണ്. എന്ത് സംഭവിക്കും, ഈ H2 നേരെ ആരെ അറ്റാക്ക് ചെയ്യുള്ളൂ, ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ടിനെ പിരിക്കുന്നതാണ് ഇവൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവ നേരെ ഇപ്പോൾ ഡബിൾ ബോണ്ടിനെ എന്ത് ചെയ്യും, പിരിക്കും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഇവിടെ മാറ്റമൊന്നുമില്ല. ഇവിടെ ആരും തന്നെയുണ്ട്, ഹൈഡ്രോജൻ ഹൈഡ്രോജൻ ഹൈഡ്രോജൻ. അപ്പോൾ നമുക്കതിന് എന്തെടുക്കാം, CH3 എന്ന് എഴുതാം. സിംഗിൾ ബോണ്ട് ഉണ്ട്, കാർബൺ ഉണ്ട്. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവനൊരു ബോണ്ട് കിട്ടി, ഓൾറെഡി ഉണ്ട്, പ്ലസ് ഇവിടെ ഒന്നുകൂടി നമുക്ക് വരച്ച് ചേർക്കാം. ഇവിടെ എന്ത് ചെയ്തു, ബോണ്ട് ഉണ്ട്. ഇവിടെ ഓൾറെഡി 2 എണ്ണം ഉണ്ടായിരുന്നു, പ്ലസ് എന്ത് വരും, അഡീഷണലി ഒന്നുകൂടെ വരും. അപ്പോൾ ഇവിടെ എന്ത് പറ്റി, ഇവിടെ ഓൾറെഡി ഹൈഡ്രോജൻ ഉണ്ടായിരുന്നു. ഈ Hൽ ഒരുത്തം വന്ന് ഇവൻ്റെ കൂടെ ചേരും. അതാണ് താഴെയായിട്ട് ഞാൻ എഴുതുന്ന ഹൈഡ്രോജൻ. ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, ഹൈഡ്രോജൻ ഹൈഡ്രോജൻ. ഈ ഒരുത്തൻ വന്ന് ഇവൻ്റെ കൂടെ ചേരും. അപ്പോൾ എന്തായി, ഹൈഡ്രോജനായി. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. മെത്ത് എത്ത് പ്രൊപ്പ് 3 എണ്ണം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പേര് പ്രൊപ്പെയിൻ. പേരെന്തുവാണ്, പ്രൊപ്പെയിൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസ് നോക്കിയേ, ഇവിടെയും എന്താ പറ്റുന്നത്, HCl ആണുള്ളത്. എന്താ ഉള്ളത്, HCl അല്ലേ. അപ്പം നമുക്കിവിടെ ഒരു വ്യത്യാസം വരികയാണ്. നമ്മൾ ഇതുവരെ ഒരാളാണ് ഇവിടെ വന്ന് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഹൈഡ്രോജനും ക്ലോറിനും ചേർന്ന HCl ആണ് വരുന്നത്. എങ്കിൽ എന്ത് സംഭവിക്കും, ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇത് മനസ്സിലായി കാണുമല്ലോ. മാച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ എഴുതാം, ഒരു വ്യത്യാസവും വരത്തില്ല. ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇവിടെ നടക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇനി എത്ര പേര് വന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ CH2 അല്ലേ, CH2. അപ്പോൾ ഏതെങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്. പിന്നെ ബാക്കിയുള്ളത് 2. ഇവിടെ എത്രയാണ് ബാക്കിയുള്ളത്, 2. ആ 2ലും ആരുണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. ആരുണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. ഓക്കെ, ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, HCl-ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ HCl നേരെ പോയിട്ട് ഡബിൾ ബോണ്ടിലോട്ട് ഇടപെടും, ഡബിൾ ബോണ്ടിനെ പിണക്കും. അപ്പോൾ എന്ത് പറ്റും, കാർബണും കാർബണും സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഓൾറെഡി 2 ബോണ്ട് ഉണ്ടായിരുന്നു, പുതിയൊരു ബോണ്ട് കൂടെ വരും, ഒരു ബാലൻസിങ് കൂടെ വരും. ഓൾറെഡി 2 ഉണ്ടായിരുന്നു, പുതിയ ഒന്ന് കൂടെ വരും. പക്ഷേ ഇവിടെ ആരാ വന്ന് ചേരുന്നത്, ഒരിടത്ത് ഹൈഡ്രോജൻ വന്ന് ചേരും. അപ്പോൾ എന്ത് പറ്റി, ഹൈഡ്രോജൻ 2 എണ്ണം ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ HCl-ലെ Hഉം Cl-ഉം ഒരിടത്ത് പോയി ആര് ചേർന്നു, H ചേർന്നു. ഇവിടെയും ഓൾറെഡി H ഉണ്ടായിരുന്നു. ഇവിടെ ആര് വന്ന് ചേരും, Cl വന്ന് ചേരും. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2Cl കണ്ടോ, CH3 CH2Cl. പേരെന്തായിരിക്കും, ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഒന്നായതുകൊണ്ട് 1 ക്ലോറോ മെത്ത് എത്ത്. അപ്പോൾ 1 ക്ലോറോ ഈഥെയ്ൻ അല്ലെങ്കിൽ ക്ലോറോ ഈഥെയ്ൻ എന്ന് പറയും. കാരണം 2 എണ്ണേ ഉള്ളൂ. ഇപ്പുറത്ത് വന്നാലും 1 തന്നെ വരും നമ്പർ, ഇപ്പുറത്ത് വന്നാലും 1 തന്നെ വരും. സോ 1 ക്ലോറോ ഈഥെയ്ൻ അല്ലെങ്കിൽ ക്ലോറോ ഈഥെയ്ൻ എന്ന് വിളിക്കും. ഇനി ബ്രോമിൻ HBr. ഓക്കെ, ഹൈഡ്രോജൻ ബ്രോമൈഡ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അവിടെയും നമ്മൾ സെയിം രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് മെക്കാനിസം മാത്രം ഓർമ്മ ഉണ്ടായിരുന്നാൽ മതി. കാർബൺ ഉണ്ട്, സിംഗിൾ ബോണ്ടിൽ വീണ്ടും ഒരു കാർബൺ ഉണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു ഡബിൾ ബോണ്ടിൽ ഒരു കാർബൺ ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ ബോണ്ടിൽ കാർബൺ ഉണ്ട്. ഇവിടെ ബാക്കി എത്ര പേരുണ്ട്, 3 പേരുണ്ട്. ആ 3 ആരുണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. ഇവിടെ 3 പോയി പിന്നെ സിംഗിളേ ഉള്ളൂ, ഹൈഡ്രോജൻ ഉണ്ട്. ഇവിടെ 3 പോയി ഇവിടെ സിംഗിളേ ഉള്ളൂ, ഹൈഡ്രോജൻ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്, 3 എണ്ണം, ഹൈഡ്രോജൻ ഹൈഡ്രോജൻ ഹൈഡ്രോജൻ. ഇതാണ് കോമ്പൗണ്ട്. ഇതാരോട്ട് റിയാക്ട് ചെയ്യാണ്, ഹൈഡ്രോജൻ ബ്രോമൈഡ് അഥവാ HBr-ആയിട്ട് റിയാക്ട് ചെയ്യുവാണ്. എന്ത് സംഭവിക്കും, ഈ Hഉം Br-ഉം കൂടെ ചെന്ന് എവിടെ പോകും, ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കും. സോ ആദ്യത്തിൽ മാറ്റമൊന്നുമില്ല, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. ഇവിടുത്തെ ഡബിൾ ബോണ്ട് സ്പ്ലിറ്റായി സിംഗിൾ ബോണ്ടായി. അപ്പോൾ എന്ത് പറ്റും, മുകളിലൊരു വാലൻസി ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഒന്നുകൂടെ ഞാൻ താഴേക്ക് വരച്ച് ചേർക്കുകയാണ്. ഇവിടെയും കാർബൺ ഉണ്ട്, ഒരെണ്ണം മുകളിലുണ്ടായിരുന്നു, താഴെ ഒന്ന് വരച്ച് ചേർക്കുകയാണ്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ്, ഓൾറെഡി ഉണ്ടായിരുന്ന ഹൈഡ്രോജൻ ഹൈഡ്രോജൻ മാറ്റമൊന്നുമില്ല. ഇവിടെ മുകളിൽ ഓൾറെഡി ഒരു ഹൈഡ്രോജൻ ഇവൻ ഉണ്ടായിരുന്നു, ഉണ്ടായിക്കോട്ടെ. പിന്നെ ആരാ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ ഒന്ന് വന്നു, അല്ല എക്സ്ട്രാ വന്നു. അവിടെ ആര് വന്ന് ചേർന്നു, ഈ പറയുന്ന ഹൈഡ്രോജൻ വന്ന് ചേർന്നു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, 1 2 3 4. മുകളിൽ ഓൾറെഡി ഒരു ഹൈഡ്രോജൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അടുത്ത് ആര് വന്ന് കയറുന്നു,
ബ്രോമിൻ വന്ന് ചേർന്നു. ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇവിടെ എത്ര 3 ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഇത് ഇങ്ങനെയായിരിക്കും കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത് നോക്കിയേ, രണ്ടാമത്തെ പൊസിഷനിൽ അല്ല, ഇവിടുന്ന് ഞാൻ നമ്പർ ഇട്ടാൽ 1 2 3 4, രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിനുണ്ട്. അപ്പോൾ 2 ബ്രോമോ പേര് കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിനുണ്ട്, അപ്പോൾ 2 ബ്രോമോ. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, അപ്പോൾ എന്താണ് ബ്യൂട്ടൈൻ, സിംഗിൾ ബോണ്ട് അല്ലേ അല്ല. അപ്പോൾ 2 ബ്രോമോ ബ്യൂട്ടൈൻ ആണ് ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട്. പേര് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ റൂൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ എക്സാമ്പിൾസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അഡീഷൻ റിയാക്ഷൻ വളരെ ഭംഗിയായിട്ട് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് പോളിമറൈസേഷനാണ്. നിങ്ങൾ PVC നേടിച്ചുകൊണ്ട് പോളി വിനൈൽ ക്ലോറൈഡ്. ഈ പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിളായിട്ടുള്ള കുറച്ച് ആൾക്കാർ പരസ്പരം ചേർന്നൊരു ലോങ് ചെയിൻ ഉണ്ടാകുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോളിമറൈസേഷൻ അടുത്ത ക്ലാസ്സിൽ പറയാം, കാരണം ഇതിനകത്ത് അഡീഷൻ പോളിമറും അതുപോലെ അതിൻ്റെ കണ്ടൻസേഷൻ പോളിമറും പറയണം. കുറച്ച് ലെങ്തിയുള്ള ക്ലാസ് ആയിരിക്കും. സോ അത് അടുത്ത ക്ലാസ് പഠിക്കാം. ഇന്നിപ്പോൾ ഇത്രയും മതിയല്ലോ. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.